സ്വദേശികളുടെ തൊഴിൽ നഷ്ടം പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്ത് ഷൂറ കൗൺസിൽ. പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഒമാന് വൻ കുതിപ്പ്. അറബ് ലോകത്ത് 2ാം സ്ഥാനം. അൽഖുദിലും ബൗഷറിലും നാളെ വെടിക്കെട്ട്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. സ്വദേശികളുടെ തൊഴിൽ നഷ്ടവും തൊഴിൽ വിപണിയിലെ മാറ്റങ്ങളും സംബന്ധിച്ച പ്രത്യാഘാതങ്ങൾ ഷൂറ കൗൺസിൽ വിശദമായി ചർച്ച ചെയ്തു. തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സെയ്ദ് ബൗൻ അവതരിപ്പിച്ച പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയായിരുന്നു ചർച്ച. 2025-26 കാലയളവിലെ 3ാം സമ്മേളനത്തിന്റെ 8ാം സിറ്റിംഗിന്റെ ഭാഗമായാണ് ചർച്ച നടന്നത്. തൊഴിൽ സ്ഥിരത കൈവരിക്കൽ, തൊഴിൽ പരിശീലന സംവിധാനം വികസിപ്പിക്കൽ, തൊഴിൽ അന്വേഷകരെ ഉൾക്കൊള്ളൽ എന്നിവയിൽ മന്ത്രാലയം നടപ്പാക്കുന്ന പദ്ധതികളുടെ ഫലപ്രാപ്തി അംഗങ്ങൾ വിലയിരുത്തി. താൽക്കാലിക പരിഹാരങ്ങൾക്ക് പകരം ദീർഘകാല തന്ത്രപ്രധാന നയങ്ങൾ സ്വീകരിക്കണമെന്ന് കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലകളിലേക്ക് സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കണമെന്നും വൊക്കേഷണൽ ട്രെയിനിംഗ് രംഗം ശക്തിപ്പെടുത്തണമെന്നും കൗൺസിൽ നിർദ്ദേശിച്ചു. തൊഴിൽ മന്ത്രാലയം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അനുബന്ധ ഏജൻസികൾ എന്നിവ തമ്മിലുള്ള നിലവിലെ സഹകരണ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കണം. വിപണി ആവശ്യകതകൾക്കനുസരിച്ച് പഠന വിഭാഗങ്ങളും അക്കാദമിക് പ്രോഗ്രാമുകളും പുതുക്കാനുള്ള വ്യക്തമായ സംവിധാനങ്ങളും രൂപപ്പെടുത്തണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഭാവിയിലെ തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്ത് പുതുതലമുറയെ ഒരുക്കുന്നതിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ പങ്ക് നിർണായകമാണെന്നും കൗൺസിൽ ചൂണ്ടിക്കാട്ടി. ആഗോള പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഒമാൻ വൻ നേട്ടം കൈവരിച്ചു. 94 സ്ഥാനങ്ങൾ ഉയർന്ന് ഒമാൻ 55ാം സ്ഥാനത്തെത്തി. ഗൾഫിലും അറബ് ലോകത്തിലും 2ാം സ്ഥാനവും ഒമാൻ സ്വന്തമാക്കി. സുസ്ഥിരതയും പരിസ്ഥിതി സംരക്ഷണവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി അറബ് എക്സലൻസ് അവാർഡും ഒമാനെ തേടിയെത്തി. കഴിഞ്ഞ 5 വർഷത്തിനിടെ 589 പരിസ്ഥിതി പദ്ധതികൾ നടപ്പാക്കി. രാജ്യത്ത് 32 പ്രകൃതി സംരക്ഷിത മേഖലകൾ പ്രഖ്യാപിച്ചു. 10 ദശലക്ഷം വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ദേശീയ പദ്ധതിയുടെ ഭാഗമായി 1 കോടിയിലധികം വൃക്ഷങ്ങൾ രാജ്യത്ത് നട്ടുപിടിപ്പിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് 39% റീസൈക്ലിംഗ് നിരക്കും കൈവരിച്ചു. സമുദ്രജലത്തിന്റെ ഗുണനിലവാരം 96% ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സുൽത്താന്റെ സ്ഥാനാരോഹണ വാർഷികാഘോഷത്തോടനുബന്ധിച്ച് അൽഖുദ് ഡാം പരിസരത്തും ബൗഷറിലും നാളെ വെടിക്കെട്ട് സംഘടിപ്പിക്കും. അൽഖുദ് ഡാമിൽ രാത്രി 8 മണിക്കും ബൗഷറിൽ രാത്രി 8:30-നുമാണ് വെടിക്കെട്ട്. ജനറൽ സെക്രട്ടേറിയറ്റ് ഓഫ് നാഷണൽ സെലിബ്രേഷന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കസബ് ഇന്ത്യൻ സ്കൂളിന്റെ വാർഷിക കായികമേള കസബ് സ്പോർട്സ് ക്ലബിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. കസബ് സ്പോർട്സ് ക്ലബ് ഡയറക്ടർ അബ്ദുൾ റഹ്മാൻ ബിൻ അഹമ്മദ് അൽ മുല്ല മുഖ്യാതിഥിയായി. വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റും ഡ്രിൽ പ്രകടനങ്ങളുടെ കായികമേളയ്ക്ക് വർണ്ണാഭമായ തുടക്കം നൽകി. ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങളിൽ ആവേശകരമായ പോരാട്ടത്തിനൊടുവിൽ റെഡ് ഹൗസ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. യെല്ലോ ഹൗസ് 2ാം സ്ഥാനവും ബ്ലൂ ഹൗസ് 3ാം സ്ഥാനവും നേടി. രക്ഷിതാക്കൾക്കും പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.